ഞാൻ എറണാകുളത്തേക്ക് നാട് വിട്ടുപോയി, അതും ബൈക്ക് വാങ്ങാൻ തന്നെ. അപ്പൊ അന്നും ഞാൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ എന്റെ ലക്ഷ്യം അതാണ്, ബൈക്ക് വാങ്ങണം, നമ്മൾ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മള് എല്ലാരും പറയും നമ്മളെ പാഷന് ഓർമ്മ പോകണം. അത് സത്യത്തിൽ ഭയങ്കര സത്യ. എനിക്ക് ഇവിടെ കച്ചവടം ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അന്നൊരു ബൈക്ക് വാങ്ങിക്കുമ്പോ ഇത് വിൽക്കാനാണെങ്കിൽ പോലും ഇതൊന്ന് പോളിഷ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് വിറ്റില്ലെങ്കിൽ ഞാൻ എന്നെ ഒട്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതല്ല. വ്യക്തമായി നമ്മൾ ഇതിന്റെ ബാക്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പറയേ ഓൻ അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്. എന്റെ കുട്ടിയോട് എന്താ പറയുക വെച്ചാല് അതിൻ്റെ അടുത്ത് എന്താണോ സാധനം ഉള്ളത് മറ്റുള്ളവർക്കും അവിടെ കൊടുക്കണം. അപ്പൊ എനിക്ക് ദൈവം എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും തരും. ഇതന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സെൽഫ് ബ്രാൻഡിങ് എന്ന വാക്ക് ഇത്ര പോപ്പുലർ ആവുന്നതിന് മുമ്പ് തന്നെ സത്യസന്ധതയും കഠിനാധ്വാനവും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച യുവ സംരംഭകൻ സഫാരി കാസിന്റെ ഓണറായ മിസ്റ്റർ അൻഫാർ സഫാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ദ 1 മിനിറ്റ് ഷോയുടെ 1 മിനിറ്റിൽ തീരാത്ത വിശേഷങ്ങളുമായി ബിയോണ്ട് ദ 1 മിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 10ാം ക്ലാസ്സുകാരന് 2 ബൈക്കിൽ തുടങ്ങിയ കച്ചവടമാണ്. പിന്നെ ഈ കാണുന്ന രീതിയിൽ ലക്ഷറി കാർസ് ഒക്കെ ഡീൽ ചെയ്യുന്ന സഫാരി കാർസിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ആ ഒരു യാത്ര അതെങ്ങനെയായിരുന്നു? യാത്ര ചുരുക്കി പറയാൻ കഴിയൂല, കുറച്ചൊരു വലിയൊരു യാത്ര തന്നെയാണത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ ഏകദേശം ഒരു 15 വർഷമായി. സഫാരി കാർസ് 15 വർഷമായി അല്ല, 10 വർഷമായി ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട്. സഫാരി കാർസിന്റെ പേരിൽ സ്ഥാപനം തുടങ്ങിയിട്ട്. സഫാരി ഓട്ടോ കൺസൾട്ടന്റ് പറഞ്ഞിട്ടാണ് ഞാൻ 2014 12ാം മാസം സ്ഥാപനം തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം സഫാരി കാർസിക്ക് നമ്മൾ മാറിയതാണ്. അതിനു മുന്നേ നമ്മൾ ചെറിയൊരു സ്ഥാപനം നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുന്നേ നമ്മൾ ബ്രോക്കർ ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ബൈക്ക് വാങ്ങും വിൽക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മള് പിന്നെ ഇപ്പൊ ചെറുപ്പം മുതലേ നമുക്ക് വണ്ടിപ്രാന്ത് മനസ്സിലുണ്ട്. അതായത് നമ്മളെ ഫാദർ വണ്ടി ഫീൽഡിൽ ഉണ്ടായിരുന്നു, വാഹന കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ട്, വണ്ടി കച്ചവടക്കാരനാവണം, വലിയൊരു വണ്ടി കച്ചവടക്കാരനാവണം, വലിയ കാറുകൾ വാങ്ങണം, ബൈക്കുകൾ വാങ്ങണം എന്നൊക്കെ ചെറുപ്പത്തിലേ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മള് സൈക്കിള് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ബൈക്ക് റെന്റിന് എടുക്കും. ഞങ്ങൾക്കറിയാം, എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം, ഞങ്ങൾ അവിടുന്ന് ബൈക്ക് റെന്റിന് എടുക്കും, മണിക്കൂറിനൊക്കെ റെന്റ് എടുക്കും. അങ്ങനെയൊക്കെ ഓടിച്ചിരുന്ന്. പിന്നെ വീട്ടില് വാപ്പാനത്തിന്റെ ബൈക്ക് ഓടിച്ചിരുന്ന്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മള് പണിക്കും പോകും. അതായത് എന്റെ വല്യപ്പാക്ക് അടക്കപ്പണിന്റെ അടക്ക കച്ചവടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോ സ്കൂളിൽ പോകുന്നതിന്റെ രാവിലെ 8 to 9 അല്ലെങ്കിൽ 8 to 8 ഒക്കെ ഞങ്ങൾക്ക് വല്യപ്പ എന്ത് ചെയ്യും, മണിക്കൂറിന് പണിയെടുക്കാം. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കൾ എടുത്തിരുന്നു. ഞാൻ കണക്കപ്പിള്ളയും കൂടെയാണ്. അപ്പൊ 5 ആള് പണിയെടുക്കുമ്പോ 5 ആൾ എത്ര മണിക്കൂർ പണിയെടുത്ത് ഒരു മണിക്കൂറിന് അന്നുണ്ട്. ആ ഡയറി ഇപ്പോഴും എടുത്തുണ്ട്. അന്നത്തെ കണക്കിന്റെ ഡയറി ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോ എടുത്ത് നമ്മളെ പ്രദർശനമൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അന്ന് ഞാൻ കണക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന ആള് ഇത്ര മണിക്കൂർ പണിയെടുത്ത് അയാൾക്ക് ഇത്ര കൂലി, അങ്ങനെ ആഴ്ചയിലെ കൂലി കൊടുക്കുക. അപ്പൊ ഒരു മണിക്കൂർ പണിയെടുത്താൽ അന്ന് 20 ഉറുപ്പ്യൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ 2 മണിക്കൂർ എടുക്കും, സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് 2 മണിക്കൂർ എടുക്കും. അപ്പൊ അത്യാവശ്യം പൈസ ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം പിന്നെ വലിയ കുറച്ച് തരും ചെയ്യുമല്ലോ. അന്ന് തന്നെ പണിയെടുക്കാനുള്ള മനസ്സ് നമ്മളെത്തുണ്ട്. അങ്ങനെ ഒരു 5000-6000 രൂപയൊക്കെ ആവുമ്പോ നമ്മളൊരു ബൈക്ക് വാങ്ങിക്കും. അന്ന് ഈ സാമ്പ്രായി, ഇപ്പൊ സാമ്പ്രായിക്കൊക്കെ ലക്ഷങ്ങൾ വിലയായി, 75,000 1 ലക്ഷമൊക്കെ വിലയായി. അന്ന് 6000 രൂപക്കൊക്കെ ഞങ്ങൾ സാമ്പ്രായി എടുക്കും. പക്ഷെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും. അന്നിന്റെ അടുത്ത് ഒരു മഞ്ഞ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട്. ഒരു സുസുക്കി സാമ്പ്രായി, ഒരു മഞ്ഞ ഒരു പോളൊക്കെ വെച്ചിട്ട് നമ്മളതിലേക്ക് അതൊക്കെ ഇപ്പൊ ഭയങ്കര വിലയായി. അപ്പൊ ഇത് വാങ്ങുമ്പോ ഒരു 7000-ന് 7500 വിൽക്കും. ചിലത് 6000-ന് വാങ്ങി 4000-ന് വിൽക്കും, നഷ്ടം വരും. അങ്ങനെയൊക്കെയാണ് ഒരു ഫീൽഡ്. അന്ന് തന്നെ കച്ചവടം തുടങ്ങണമെന്നുണ്ടായിന്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാം എന്തിനെല്ലാം മനസ്സുണ്ടായിരുന്നു, ജോലി ചെയ്യാനുള്ള മനസ്സ്, നമുക്കൊന്നിനും മടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ +1 +2 ഈ കാലഘട്ടത്തിൽ ഞാൻ എറണാകുളത്തേക്ക് നാട് വിട്ടുപോയി, അതും ബൈക്ക് വാങ്ങാൻ തന്നെ. അങ്ങനെ അവിടെ കാക്കനാട് ടേസ്റ്റി ലാൻഡ് പറഞ്ഞ ഒരു ബേക്കറിയിൽ ഒരു 2-3 മാസം അവിടെ വർക്ക് ചെയ്തു. അവിടുന്ന് കിട്ടിയ സാലറി ആയിട്ട് നേരെ വന്ന് ഇവിടുന്ന് ബൈക്ക് വാങ്ങി വണ്ടി വാങ്ങണം. അതെ അതെ. പിന്നെ നമ്മളെ ഫാമിലി നമ്മളെ ബാക്കിലുണ്ട്, അവരെ കാര്യങ്ങളും നോക്കണം. നമുക്ക് എല്ലാ ബ്രദേഴ്സ് ഉണ്ട്, ഉമ്മ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. ഞാനാണ് മുതിർന്ന ആള്. ഞാൻ വലിയ മകൻ ഞാനാണ്. എന്റെ താഴെ 4 അനിയന്മാരും ഉണ്ട്, ഒരു അനിയത്തി. അപ്പൊ അങ്ങനെയൊക്കെ അന്ന് മുതലേ ഇതിനായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറമെ ഇതിന് കൂടിയതാ. പിന്നെ +1 +2 പഠിച്ച് +2 കാലഘട്ടത്തിലൊക്കെ +2 എന്നെ പൗതിക്കൊന്ന് പുറത്താക്കി. അതായത് നമ്മള് പുറത്താക്കി പറഞ്ഞാല് ഞാന് സത്യത്തില് 1ാം ക്ലാസ് മുതൽ ഒരുവിധം ക്ലാസ്സിലൊക്കെ ലീഡറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു. അങ്ങനെ കരുവാണ്ട് സ്കൂൾ ചെയർമാനായിരുന്നു. സ്കൂൾ ലീഡർ അല്ല, ചെയർമാനായിരുന്നു 10ാം ക്ലാസ്.
അങ്ങനെ അപ്പൊ എല്ലാത്തിനും നമ്മള് മുന്നിൽ ഉണ്ടായിന് അന്ന്. നമ്മളെ സുഹൃത്തുക്കളും എല്ലാരും ഇപ്പൊ എന്തിനും ഉണ്ടാവും. അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്തായാലും ഉണ്ടാവുമല്ലോ ഈ റാഗിങ്, അടിപിടി കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ ചെറുതായിട്ട് പെട്ട് ഇന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കി പിന്നെ എന്നോട് അധ്യാപകർ, എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ഇനി സ്കൂൾക്ക് വരണ്ട, ഇനി എക്സാമിന് വന്നാൽ മതിയായിരുന്നു. അത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമല്ല. അന്ന് അദ്ദേഹത്തിനോട് എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യം നിന്നെ പുറത്താക്കി, ഫാമിലി വന്ന് കയറ്റി. രണ്ടാമത്തെ ഞാൻ അതിൽ പെട്ടു, എന്നെ പുറത്താക്കി. പിന്നെ അദ്ദേഹം ആണെങ്കിലും കയറ്റില്ല. അങ്ങനെ ഓണത്തിലൊക്കെ ടൈമാണത്. അന്ന് എനിക്ക് ഓണപരിപാടിയൊക്കെ മിസ്സായിന്. പക്ഷെ അന്ന് ഞാൻ എന്ത് ചെയ്ത് നേരെ വന്ന് ഈ സെൻട്രിങ് പണിക്ക് പോകും. നമ്മളെ ഇവിടെ സുഹൃത്തുക്കളപ്പോ വാർപ്പിന്റെ പണിക്ക് പോകും. അപ്പൊ അവരിപ്പം പലകെടുത്ത് കൊടുക്കുക, കമ്പി കെട്ടുക, അങ്ങനെ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കളൊപ്പം തന്നെയാണ്. രസമായിട്ട് പണിക്ക് പോകും. ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ സയൻസിന് വിഷയം. അങ്ങനെ +2 ആ ടൈം മുതൽ അതിന്റെ വെക്കേഷൻ ഒക്കെ ഞാൻ കൂലിപ്പണിക്ക് പോയിന്. അത് നല്ലൊരു കാലയളവ് എനിക്ക് കിട്ടി. അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ സെൻട്രിങ് പണിക്ക് പോയിട്ട്. അത് പോയിട്ട് ഞങ്ങള് 3 ആൾ ഒരുമിച്ച് എന്നും ഒരു ബൈക്കിലാണ് പണിക്ക് പോവുക. എന്റെ ആശാനും ഞങ്ങൾ 2 ഹെൽപ്പർമാരും. അങ്ങനെ പോയി ആ പൈസ കിട്ടിയിട്ട് ആ പോണ ബൈക്ക് ഞാൻ അവരിന്ന് വാങ്ങി. വാടക എടുത്തല്ല, ഒപ്പം പണിക്ക് പോണ ആളാ. അവര് അപ്ഡേറ്റ് ചെയ്യാണ്. അവര് പുതിയ ബൈക്ക് വാങ്ങാ എന്തോ കാരണത്താൽ അവര് കൊടുത്തപ്പോ ഇതിന്റെ കൂലിയൊക്കെ പാടെ കൂട്ടിയിട്ട് ആ ബൈക്ക് ഞാൻ വാങ്ങി. അല്ല, ആദ്യത്തെ ബൈക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ വാങ്ങിക്കും, കൊടുക്കും. അങ്ങനെ ഉണ്ട്. അപ്പൊ അന്നും ഞാൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഇതിന്റെ ലക്ഷ്യം ഇതാണ്, ബൈക്ക് വാങ്ങണം, നമ്മളെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അന്നും ഫാമിലി നമ്മളിപ്പോ എന്റെ മനസ്സിലുണ്ട്. ഈ ബൈക്ക് വാങ്ങുന്നത് നമ്മൾ എന്തിനാ, കുതിര കളിക്കാനൊന്നല്ല. പക്ഷെ അങ്ങനെ +2 എക്സാം എഴുതി, +2 ഞാൻ പാസ്സായി. ക്ലാസ് പോവാതെ തന്നെ എക്സാം എഴുതി പാസ്സായി. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരിന്തൽമണ്ണ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ടായിരുന്നു. AC ഈ ഇത് അതെനിക്ക് തലയിൽ കയറില്ല. ഇവിടുന്ന് പെരിന്തൽമണ്ണ പോവും. പെരിന്തൽമണ്ണ പോയി ബസ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് നല്ല കഞ്ഞി, പൂളി, ഓംപ്ലേറ്റ് ഒക്കെ കിട്ടും. ഇതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് മഞ്ചേരിക്ക് ബസ് കയറും. മഞ്ചേരിയിലാണ് അവിടെ സെഞ്ചുറി കോംപ്ലക്സ് ഒക്കെ പറഞ്ഞിട്ട് കുറെ വണ്ടി കച്ചവടക്കാരുണ്ട്. അപ്പൊ അന്ന് എനിക്ക് അവരൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് അവിടെ ബൈക്കുകളൊക്കെ കാണും. ഇവിടെ നാട്ടിലത്തെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ അവിടുന്ന് എടുത്തു കൊടുക്കും. ഇതിന്റെ പിന്നാലെ അത് പിന്നെ ഒരു ദിവസം വീട്ടിൽ പിടിച്ച് പിന്നെ ഞാൻ ക്ലാസ്സിന് നോക്കി നിർത്തി. പിന്നെ വല്ല ഓട്ടോറിക്ഷ ഒക്കെ എടുത്ത് ഞങ്ങളുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിയിന് ഞാൻ കുറെ ടൈം ഓട്ടോറിക്ഷ ഓടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ ഓടും. ഈ ഓട്ടോറിക്ഷ അതേപോലെ കച്ചവടം ചെയ്യും. നമ്മൾ ഓടുന്ന വണ്ടി വെക്കും, പിന്നെ ആർക്കെങ്കിലും ആണെങ്കിൽ വാങ്ങിക്കൊടുക്കും. അതേപോലെ തന്നെ നമ്മള് പിന്നെ ഓട്ടോറിക്ഷ ഇല്ലാതായി. അപ്പൊ ഞാൻ വേറെ ആളിൽ നിന്ന് 150 രൂപ വാടകയ്ക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഞാൻ ഓടുകയും ചെയ്യും. അയക്ക് വൈകുന്നേരം 150 രൂപ വാടക കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആ ജേണിയിലൊക്കെ വന്നപ്പോഴും എന്റെ ലക്ഷ്യം ഇതാണ്, ഒരു വണ്ടി കച്ചവടക്കാരനാവണം. ഈ കൂലിപ്പണിക്ക് പോകുന്ന ടൈമിലൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ മനസ്സിലെ ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ജോലിന്റെ അടിയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് ചെയ്യാ, നമ്മളെ ആഗ്രഹങ്ങളും പാഷനും നമുക്ക് നടത്താം. പക്ഷെ അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്കിപ്പൊ തന്നെ കാറിന്റെ ഷോറൂം തുടങ്ങണം എന്ന് പറഞ്ഞ് കുറെ ലോൺ എടുത്ത് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് കുറെ സ്ഥലം വിറ്റ് അല്ലെങ്കിൽ പൈസ, അതൊക്കെ എനിക്ക് അന്ന് ശ്രമിക്കാം. വീട്ടുകാരെ ഡിസ്റ്റർബ് അപ്പോഴും എപ്പോഴും ഉണ്ട്. അതാണ് അന്ന്, അതുകൊണ്ടാണ് എനിക്ക് ദൈവം ഈ അനുഗ്രഹമൊക്കെ തന്നത്. അപ്പൊ അന്ന് മുതൽ ഞാൻ സ്റ്റെപ്പായിട്ട് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എന്റെ സുഹൃത്ത്, അദ്ദേഹം ഇവിടെ കരാറിന്റെ കച്ചവടം ചെയ്യുന്നുണ്ട്, ബാബു പറഞ്ഞിട്ട്. ഞങ്ങൾ ഇപ്പോഴും ഇന്റിമേറ്റ് സുഹൃത്താ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ബ്രോക്കർ പണിക്ക് പോകും. അങ്ങനെ പോയി ഞങ്ങളൊരു കട തുടങ്ങി. അന്നാണ് അനിൽകുമാർ സാർ വന്ന് അത് ഉദ്ഘാടനമൊക്കെ ചെയ്തു. ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സ് ആയോ, അങ്ങനെ ആ ടൈമാണ്. 18 വയസ്സുകാരനാണ് അന്ന് ഞാൻ. 18 വയസ്സിൽ നമ്മളൊക്കെ 18 വയസ്സിൽ ഷോറൂം ഇട്ടിട്ടുണ്ട്, ഞാൻ എന്റെ സുഹൃത്തും കൂടെ. അങ്ങനെ ഞങ്ങളൊരു 6 മാസം കഴിഞ്ഞ് അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ അദ്ദേഹത്തിന്റെ റൂട്ടിൽ, ഞാൻ എന്റെ റൂട്ടിൽ, മൂപ്പര് പിന്നെ ഗൾഫിൽ പോയി. അങ്ങനെ പിന്നെ ഞാന് തനിച്ച് 2014 പിന്നെ ഒരു കാലയളവിൽ ഞാൻ പുറത്ത് കച്ചവടം ചെയ്തിരുന്നു, പാണ്ടിക്കാട് ഭാഗത്തൂടെ ഒക്കെ നമ്മൾ ബ്രോക്കർ പണിയെടുത്ത് കുറെ. പിന്നെ ആ എക്സ്പീരിയൻസ് ഒക്കെ പാടെ വെച്ചിട്ടാണ് 2014 നമ്മള് സഫാരി കാർസ് സഫാരി ഓട്ടോ കൺസൾട്ടന്റ് ആണ് തുടങ്ങുന്നത്. അന്ന് നമ്മള് അങ്ങനെ തുടങ്ങി. അന്ന് തുടങ്ങുമ്പോഴും മാരുതി 800, ടാറ്റ ഇൻഡിക്കോ, അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ. ഇന്നിപ്പോ നിങ്ങളെ ഷോറൂമിൽ വന്ന് കണ്ടപ്പോഴും എന്റെ കപ്പാസിറ്റിക്ക് ഇല്ല സാധനം ഉള്ളു ഇവിടെ. എനിക്കിപ്പോ ആണെങ്കിൽ റോൾസ് റോയ്സ് ആണെങ്കിൽ 2 എണ്ണം വാങ്ങിക്കൊണ്ടിരല്ലേ എല്ലാ സാഹചര്യവും ഉണ്ട്. ഒന്ന് റോൾ ചെയ്യാ, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് കടം വാങ്ങി. ഞാനത് ചെയ്യൂല. അന്ന് നമ്മള്
അന്ന് എനിക്ക് ബെൻസ് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഞാൻ വാങ്ങിക്കാതെ ആ ബെൻസ് വാങ്ങണ പൈസക്ക് എന്ത് ചെയ്യും 5 കാറ് വാങ്ങും. മാരുതി 800 ചെറിയ വണ്ടികൾ വാങ്ങി അത് വിറ്റ് ഇതിന് കപ്പാസിറ്റി ആയിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ കച്ചവടക്കാരനും പണ്ട് മുതലേ മൈൻഡിലുണ്ട്. ഉണ്ട്, ഉണ്ട്. അത് എങ്ങനെ ചെയ്യണം അറിയാം. നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ കഴിയില്ല, ഈ രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാൻ അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോ ഒറ്റയ്ക്ക് ആളുകള് പിന്നെ പലരും പറയലുണ്ട് ഇതിനൊരു ഭാഗ്യം വേണം. സത്യത്തിൽ ഭാഗ്യം വേണം, അനുഗ്രഹം വേണം, ദൈവത്തിന്റെ അനുഗ്രഹം ഒക്കെ വേണം. എങ്കിലും ഇതിന്റെ ബാക്കില് നമ്മൾ വന്ന വഴികള് അങ്ങനെ വഴികളാണ്. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതല്ല. വ്യക്തമായി നമ്മൾ ഇതിന്റെ ബാക്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ ഈ ഭാഗ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മെനക്കിടുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യമാണത്. തീർച്ചയായിട്ടും നമ്മൾ വെറുതെ ഇരുന്നാൽ മെനക്കിടാണ് ഡെയിലി നമ്മൾ അതിനു വേണ്ടി ചെയ്യണമെങ്കിൽ അപ്പൊ കിട്ടുന്ന സാധനമാണ് ഈ ഭാഗ്യം. പിന്നെ നമ്മള് എല്ലാരും പറയും നമ്മളെ പാഷന് ഓർമ്മ പോകണം. അത് സത്യത്തിൽ ഭയങ്കര സത്യ. എനിക്കിവിടെ കച്ചവടം ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അന്നൊരു ബൈക്ക് വാങ്ങിക്കുമ്പോ ഇത് വിൽക്കാനാണെങ്കിൽ പോലും ഇതൊന്ന് പോളിഷ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് വിറ്റില്ലെങ്കിൽ ഞാൻ എന്നെ വിട്ടാണ്. ഇന്നിപ്പോ അതാ സാഹചര്യം. നമുക്കൊരു എനർജി ഉണ്ട്. അത് വെറുതെ അല്ല, അത് എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തരും. ഇപ്പോഴും അതാ സാഹചര്യം. ഇപ്പൊ ഞങ്ങള് വിൽക്കാൻ വാങ്ങിയ വണ്ടി തന്നെ ചിലത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളത് കുറച്ച് നിർത്തും, കൊടുക്കണം. അത് അനിയന്മാരായിട്ട് തന്നെയാണ്. അത് ഞങ്ങള് അപ്പൊ അത് ആ ജേണി ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ്. അങ്ങനെ തുടങ്ങി വന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്ത കോൺഫിഡന്റ് ഉണ്ട്. ഓരോ സ്റ്റെപ്പും എൻജോയ് ചെയ്യണ്ടാവില്ല. അതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിന് വല്ലാത്ത കോൺഫിഡന്റ് ആണ് ഇപ്പോഴും കച്ചവടം ചെയ്യാൻ. അപ്പോ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സ്റ്റേജ്, പിന്നെ അന്ന് നമ്മളെ വിഷനൊക്കെ ഉണ്ടല്ലോ, അത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്റെ ഉമ്മാനോട് ചർച്ച ചെയ്യും, വീട്ടുകാരോട് ചർച്ച ചെയ്യും, സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോ ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ കളിയാക്കും. അപ്പൊ ഒരു ദിവസം ഇതൊക്കെ നടക്കുവോ? അന്ന് ഞാൻ പറയാണ് ഞാൻ വലിയ ഷോറൂം തുടങ്ങും, ഒരു 100 വണ്ടി ഇടുന്ന്, ഒരു 16 വയസ്സുകാരൻ ഒരു 17 വയസ്സുകാരൻ പറയുമ്പോ നിങ്ങൾ ഉൾക്കൊള്ളൂ. നിങ്ങളുടെ ഒരു ഇൻസ്റ്റയില് നമ്മള് ശ്രദ്ധിച്ചപ്പോ നിങ്ങളുടെ ഉമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ബിസിനസ് തുടങ്ങാൻ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനമാണ്. തീർച്ചയായിട്ടും എന്റെ മോന് ഇഷ്ടമല്ലേ ചെയ്തോ, ഞങ്ങൾ ഉണ്ട്. വല്ലാത്തൊരു കോൺഫിഡന്റ് ആണ്. അത് ചെറിയ വാക്കല്ല, സത്യം. എല്ലാരും കിട്ടുന്ന സംഭവമാണ്. എല്ലാരും ഓപ്പോസിറ്റ് ആയിരിക്കും വീട്ടുകാർ പറയാം. അതിപ്പോ ഇന്ന് വരെ എനിക്ക് എന്റെ ഉമ്മാന്റെ വാക്ക് കിട്ടി. അത് ഞാൻ എന്താ ഞാൻ പറഞ്ഞുതരാം. അത് വല്ലാത്തൊരു കോൺഫിഡന്റ് ആണ്. അത് ശരിക്ക് ഇന്നൊരു മനസ്സ് ബാക്കൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനാണ് ഞാൻ നാളെ ഇറങ്ങാൻ പോണത്. അപ്പൊ അത് ഞാൻ കൂടെ പറയാം, മനസ്സിലായി. അപ്പൊ തീർച്ചയായിട്ടും അന്നിപ്പോ ഞാൻ പറയാണ് ഒരു 100 വണ്ടിന്റെ സ്ഥാപനം തുടങ്ങണം, എനിക്ക് ഇങ്ങനെ ബെൻസ് BMW Audi ഒക്കെ ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. ഓന്റെ ഒരു വൽപ്പത്തരം, ഓന്റെ പുൽച്ചിത്തരം, നടക്കാത്ത കേസ് അല്ലേ. അപ്പൊ ഇപ്പൊ ഞാന് ഒരു വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഞാൻ ചർച്ച ഇവിടെ എല്ലാവരും പറയും, മീറ്റിംഗ് ഇരിക്കും ഞങ്ങൾ സ്റ്റാഫുകളൊക്കെ. അപ്പോഴും ഞാൻ പറയും ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്തൊക്കെ ഷോറൂം തുടങ്ങും, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇവരൊക്കെ മനസ്സിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ സാധനങ്ങള് ഇപ്പൊ നമ്മൾ നടത്തി കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ആ വ്യക്തികളോട് ഇപ്പൊ ഞാൻ പറയുമ്പോ ഓലെതിര് പറയില്ല. കാരണം അവർക്ക് അറിയാം നമ്മൾ പോണ കാണിക്കും. അപ്പൊ അത് നമ്മളെ മനസ്സിന് കിട്ടിയ കോൺഫിഡന്റാ. അപ്പൊ ഒരാളും നമ്മള് ഒരു പാഷനും നമ്മളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താം. പക്ഷെ ഒറ്റടിക്കാണ് ചാടരുത്. ഒറ്റടിക്ക് ചാടാൻ നോക്കുമ്പോഴാണ് കുറെ ആൾക്കാര് ഇതില്ലാതായി പോണത്. ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉമ്മാനെ ബെൻസ് കാറിൽ ഞാൻ കൊടുന്നിറക്കും. ഞാൻ സത്യമായിട്ടും വേണ്ട പറഞ്ഞതാ. അതായത് ഞാൻ ഇപ്പൊ എന്റെ മോനൊക്കെ പറയും, എന്റെ മോൻ ഇപ്പൊ പറയില്ല തുടങ്ങി. അതായത് ഞാൻ ഹെലികോപ്റ്റർ വാങ്ങും, ഞാൻ ആ ഒരു മോട്ടിവേഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും എന്നെ കൊണ്ടുപോകും. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറയും ഞാന് ബെൻസ് വാങ്ങിയിട്ട് കൊടുന്ന് കറക്കി നിർത്തിട്ട് ഉമ്മാനെ കയറ്റിട്ട് പോക്കുന്നതൊക്കെ ഇത് സത്യത്തിൽ പറഞ്ഞതാ. ഇതെന്ത് ചെയ്ത് ഇമ്മ അത് ഇൻഷാ അല്ലാ നടക്കട്ടെ എന്ന് പറഞ്ഞേ. ഈ വാക്ക് അവിടെ കിടക്കാണ്, എന്റെ മനസ്സിലും കിടക്കാണ്. അപ്പൊ എന്റെ അടുത്തൊരു സാമ്പത്തികം ഇങ്ങനെ വന്ന് ഒരു ബെൻസിന് ഒരു 10 ലക്ഷം വേണം, എന്റെ അടുത്ത് 8 ലക്ഷം ഉണ്ട്. ഇതിന്റെ മനസ്സിലില്ലെങ്കിൽ എന്താണ് എനിക്കിത് വാങ്ങാനുള്ള മോട്ടീവ് ഉണ്ടാവില്ല. എന്റെ 8 ലക്ഷം കൊണ്ട് എനിക്ക് പല കാര്യവും ചെയ്യാം. ഇത് ഞാൻ കുറച്ചുമാർ ഉണ്ടാക്കിയിട്ട് ആ ബെൻസ് വാങ്ങാനുള്ള ധ്വനി എനിക്ക് എന്തുകൊണ്ട് വന്നു, അന്നത്തെ വാക്കവിടെ കിടക്കുന്നത്. അത് വാങ്ങിയൊക്കെ ഫസ്റ്റ് അതേപോലെ തന്നെ ചെയ്യും ചെയ്ത് മന കയറ്റി പോകാണ്ട് യാത്ര പോയി. എല്ലാ ആൺമക്കളും പ്രത്യേകിച്ച് ആൺമക്കളോ ആയിക്കോട്ടെ അവരൊരു ആഗ്രഹിക്കുന്ന ഉമ്മാരൊരു സ്വപ്നം. തീർച്ചയായിട്ടും നമുക്കതൊരു തീർച്ചയായിട്ടും. പിന്നെ വേറൊരു ഇതെന്ന് സംബന്ധിച്ചാലേ ഇപ്പൊ നമ്മളെ പിന്നെ ഇപ്പൊ KGF ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ഞാൻ അതൊന്നും വേണ്ടി പറഞ്ഞിട്ടില്ല. നമുക്ക് അതെന്ന് വെച്ചാല് നമ്മളെ ഉമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ
കടന്നു വന്നതാണ്. ഈ പ്രതിസന്ധി ഘട്ടം എന്താന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയില്ല, അത് നിങ്ങൾ ചോദിച്ചാലും പറയില്ല, എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അറിയുന്നവർക്ക് അതറിയും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വന്നതാ. അത് ശരിക്കും അന്നൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ ആണ്. ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോ എന്താണോ അതൊക്കെ എന്റെ മോട്ടീവാണ്. അന്ന് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇനി എനിക്ക് എന്തെന്നെ പ്രതിസന്ധി വന്നാലും എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ നോർമലായിട്ട് നിൽക്കും. കാരണം കഴിഞ്ഞാലും വലിയ പ്രതിസന്ധി ഘട്ടം എനിക്ക് വരാനില്ല. അത്രത്തോളം വഴികളിലൂടെ ഞങ്ങൾ കടന്നു വന്നു. അപ്പൊ എന്റെ ഫാമിലിന് ഇതേപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് എന്റെ മകനെയൊക്കെ അടിപൊളിയായിട്ട് നോക്കണമെന്ന് അന്ന് മുതൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ആൺകുട്ടികൾക്കും ഇല്ല തന്നെയാണ്. അതാണ് നമ്മൾ അവിടെയൊക്കെ വരച്ചു. അതായത് ഇഫ് യു ഗോട്ട് യുവർ മദേഴ്സ് പ്രേ, അതായത് നിങ്ങൾക്ക് ഉമ്മാന്റെ പ്രാർത്ഥന കിട്ടിയാല് ഈ ലോകത്ത് നിങ്ങൾക്ക് എല്ലാം നേടിയെന്നാണ്. അത് കുറെ സമ്പാദ്യം ഒന്നും ആവില്ല, മനസ്സമാധാനമുള്ള ജീവിതം. നമുക്കിപ്പോ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താണോ, ഞാൻ നാളെ ഒരു അംബാസഡർ മൊയിനൊക്കെ വീഡിയോ എടുത്തപ്പോ ഞാൻ പറഞ്ഞിനി ഇതിന്റെ കോൾ ഇന്ത്യ ട്രിപ്പ് പോകാനുള്ള വണ്ടിയാണ്, ഒറ്റക്ക് പോകാനാണ്. ആ വണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. എനിക്കത് ഇറങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ കുറെ സുഹൃത്തു വലയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളാ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഫാമിലിയിൽ ഞങ്ങൾ 4 ബ്രദേഴ്സ് ഉണ്ട്, ഇവരൊപ്പം ഉണ്ടാവും. പിന്നെ ഞങ്ങള് ആൾക്കാരുണ്ടാവും. ഇല്ല. അപ്പൊ ഇപ്പഴത്തെ സുഹൃത്തിനോട് പറഞ്ഞ എനിക്ക് ചായ കുടിക്കാൻ പുന്നക്കാട്ടേക്ക് പോകണമെങ്കിൽ വരെ എനിക്ക് ആളില്ലാതെ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അത് ചിന്തിക്കണത്, പടച്ചോനെ ഒരു ടൈമില് എനിക്ക് അങ്ങനെ ഒറ്റക്ക് പോകേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ തീരുമാനം എടുത്ത് ഇപ്പൊ ഒരുപാട് തിരക്കില്ല സമയ. നമ്മള് സഫാരി കാർസിന്റെ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ നടക്കാൻ പോവാ. ഞാൻ അതിന്റെ ബാക്കിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേയൊക്കെ സമയത്തൊന്നും ഞാൻ ഇൻഷാ അള്ളാ ഇറങ്ങാൻ പോവാണ്. എവിടേക്ക്? ഡൽഹിക്ക് ഒറ്റക്ക് പോവാണ്. അപ്പൊ ഒറ്റക്ക്. അപ്പൊ വീട്ടുകാരോട് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ഇവിടുന്ന് എറണാകുളത്തേക്ക് ഒറ്റക്ക് പോയാൽ ഉമ്മ ഒരു 10 വട്ടം വിളിക്കും, എവിടെ എത്തി. കാരണം എന്റെ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും എന്റെ ചിന്തകളൊക്കെ ഒരുപാടേക്കാരം. പിന്നെ എനിക്ക് ഒരുപാട് ഫോണ് വരും. അപ്പൊ ഞാൻ ഒറ്റക്കാവുമ്പോ ഒരേ ബുദ്ധിമുട്ടുകളുണ്ട്. പേടിയേക്കാരം, വൈഫിന് പേടിയേക്കാരം, കുട്ടിയാക്കാനും ഇവർക്കൊക്കെ ടെൻഷൻ. എന്റെ ഇപ്പൊ എപ്പോഴും ആളുണ്ടായാലുണ്ട്. അപ്പൊ ഞാൻ ഒറ്റക്ക് ഡൽഹി പോവാ പറയുമ്പോ ഉമ്മീറ്റ് അയക്കോ? ആദ്യം വിശ്വസിക്കാരുണ്ടോ? പക്ഷെ ഇന്നലെ എന്റെ ഉമ്മനോട് എന്താ ചോദിച്ചേന്നോ, ഈ പോകാൻ തീരുമാനിച്ചിക്കണോ ചോദിച്ചു. ഞാൻ തീരുമാനിച്ചിക്കണ പറഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാ പോയിട്ട് വാ. ആ പോയിട്ട് വാന്ന് പറഞ്ഞില് എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ പോയി സേഫ് ആയിട്ട് വരുന്ന്, അത് അങ്ങനെ വരും. അത് ഉമ്മാന്റെ ആ ഒരു ഇതായിരുന്നു. ശരിക്ക് എല്ലാം മരിച്ചു ഇപ്പൊ പോയല്ലേ, ഗതികേടാണ്, നോമ്പ് തുടങ്ങാണ്, എനിക്ക് രാവിലെ. അപ്പൊ ഉമ്മാക്ക് അറിയാം ഞാനൊരു ബാഡായിട്ടൊരു തീരുമാനം എടുക്കൂലെന്നും വെറുതെ ഒരു കാര്യത്തിന് അലസായിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ട്. ഉമ്മാക്കും വീട്ടുകാർക്കും അനിയന്മാർക്കും ഒക്കെ ഉണ്ട്. ഏത് വണ്ടിയിലാ പോണത്? ഞാൻ ലാൻഡ് ക്രൂസർ പ്രാഡായിട്ട്. അപ്പൊ അംബാസഡറേറ്റ് പോണെന്നാണ്. പക്ഷെ അതേറ്റ് പോണെന്നുണ്ടെങ്കിൽ ഇതേറ്റ് ഒന്ന് പോയി നോക്കട്ടെ. അത് ഞാൻ ഒറ്റക്ക് പോയിട്ട് തന്നെ എനിക്ക് ഒറ്റക്ക് തന്നെ വരണം. എന്നിട്ട് അടുത്തൊരു യാത്രയിൽ പിന്നെ നമുക്ക് ക്യാമറ ടീം കാര്യങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് നേപ്പാൾ ഭൂട്ടാനൊക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു നമ്മളൊരു നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങണം. അപ്പൊ ഇത് ലാൻഡ് ക്രൂസറിനെ ചൂസ് ചെയ്യാൻ ലാൻഡ് ക്രൂസർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് 4 കാരണം ഉണ്ട് ഈ യാത്രക്ക്. അതിൽ ചെറുതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു, ബാക്കി 3 5 വീഡിയോയില് പറയും. പോയി വന്നതിന് ശേഷം അത് വലിയൊരു മോട്ടിവേഷൻ ആണ്. ഒരുപാട് ആൾക്കാർക്ക് അത് മോട്ടിവേറ്റ് ആവും. ഞാൻ ഈ പോവാല് 4 കാരണങ്ങളുണ്ട്, വ്യക്തമായ 4 കാര്യങ്ങളുണ്ട്. വെറുതെ പോവല്ല. അതെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാല് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ ചെറിയൊരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ് നിങ്ങൾ വന്നത് അല്ലെ. ഞാൻ സാധാരണ കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കണില്ല ഇല്ലല്ലോ. അപ്പൊ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസർ നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാല് മറ്റുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ നമ്മൾ നോക്കി കാണുന്നുണ്ട്. നമ്മളെ അനിയന്മാര്, നമ്മളെ സ്റ്റാഫുകള്, നമ്മളെ നാട്ടുകാര്, വീട്ടുകാരൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. സത്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തത്, ഒരു ബാഡ് ഇൻഫ്ലുവൻസ് വരരുത്. ഞാൻ അത്രത്തോളം എന്റെ സോഷ്യൽ മീഡിയയിൽ കെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരാൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യം ഐ കോൺഫിഡന്റിൽ ഞാൻ പറയുന്നത് ഞാൻ ഇന്നവരെ എന്റെ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടില്ല. ഒരു കുട്ടികൾക്ക് എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം 2 ലക്ഷം തരാം, 3 ലക്ഷം തരാം, നിങ്ങളൊരു ഗെയിമിന്റെ വീഡിയോ ചെയ്യോ, പ്രൊമോഷൻസ്, ഉദ്ഘാടനം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിക്ക്, എനിക്ക് അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പരിപാടിക്ക് ഞാൻ പോവുള്ളൂ. നമുക്ക് ലക്ഷങ്ങൾ ഓഫർ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ വൈകിട്ടാണ്, അതൊന്നും നമുക്ക് ശരിയാവില്ല. അതേപോലെ പല തട്ടിപ്പുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. കാരണം ഞാനൊരു ബിസിനസ്, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു വിശ്വാസത്തിന്റെ പുറമെ നടക്കുന്ന ബിസിനസ്സാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നണത് നല്ലൊരു ഇൻഫ്ലുവൻസർ എന്നതിലുപരി നിങ്ങൾ നല്ലൊരു പാരന്റ് ആണെന്ന് പലപ്പോഴും നിങ്ങളുടെ ഈ പേജ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അതെ പേരന്റ് പറയുമ്പോ ഒരു എനിക്ക് എന്റെ മനസ്സിലങ്ങനെയാണ്, ഞാൻ നല്ലൊരു പേരന്റ് ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അൻഫാൽഖാന്റെ മോന് വ്ലോഗ് ചെയ്യുന്നതൊക്കെ കാണാം. അതെ അപ്പൊ ശരിക്കും അൻഫാൽക്ക് എങ്ങനെ സംസാരിച്ചത് അതെ. കോപ്പി ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇപ്പച്ചേ ഇതേതാ വണ്ടി, നിങ്ങൾ പറഞ്ഞത് സ്കാലയാണ്, അതെ ഇത് റിച്ച് ആണ്. വളരെ ചെറുപ്പത്തില് ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ? ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ. അയ്യോ അത് സത്യത്തിലില്ലേ വേൾഡിൽ ഫസ്റ്റ് വ്ളോഗർ ഓനേക്കാരാണ്. ഞാൻ അതിന് ബുക്ക് ഓഫ് റെക്കോർഡ് കൊടുക്കാൻ പോവാ. അത് ഫോൺ എങ്ങനെ ഒറ്റയ്ക്ക് കയ്യിൽ പിടിച്ചിട്ടാ പറയുന്നത്. അതാ വീഡിയോ ഒക്കെ നമ്മള് വെറുതെ അറിയില്ലല്ലോ ചാനലിൽ ഉണ്ടത്. പിന്നെ കുറച്ചുകൂടി വലുതായിട്ട് പിന്നെ ഒരു വീഡിയോ ഇറങ്ങി. വീഡിയോ ഇറങ്ങി. വയനാട്ടിലെ ദുരിതാശ്വാസ അതെ ആളുടെ എന്താ പറയാ സമ്പാദ്യം കൊടുക്കണം. അപ്പൊ അതിലൊക്കെ നല്ല ക്ലാരിറ്റിയില് സംസാരിക്കണം. അത് ശരിക്കും ഞാൻ ഭയങ്കര ഒരു ഇതിലാ കണ്ടത് കേട്ടോ. കാരണം ആ കുട്ടി നിങ്ങൾ സംസാരിക്കുന്ന അതേപോലെ കുട്ടി മറ്റുള്ളവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കണം. എന്റെ കയ്യിൽ കൊറേയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയത്തിന് ഉത്തരം ഞാൻ ഫ്രീ ടൈമിൽ അവനായിട്ട് നമ്മളൊക്കെ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ പറയേ ഓനത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്. എന്റെ കുട്ടിയോട് എന്താ പറയാ വെച്ചാല് അതിന്റെ അടുത്ത് എന്താണോ സാധനം ഉള്ളത് മറ്റുള്ളവർക്കും അവിടെ കൊടുക്കണം. അപ്പൊ എനിക്ക് ദൈവം എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും തരും. ഇതന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പൊ തന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത് നമ്മൾ മക്കളോട് പറയണം. ഇന്നാക്കി ഞാൻ ചെയ്തിട്ടുണ്ട്, ആരോട് പറയണ്ട. കൊടുക്കാൻ കാരണം അതാണ്. ഞാൻ ഒരാളെ സഹായിക്കുമ്പോ എന്ത് ചെയ്യും, ദൈവം എനിക്ക് വീണ്ടും തരും. അപ്പൊ അന്ന് ആ കളക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി ഇവൻ കുറെ കാലമായിട്ട് സ്വരൂപിച്ച പൈസ ഓന്റെ പെട്ടെന്ന് അവന്റെ മനസ്സ് അത് സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്. അത് ഉണ്ടാവാനുള്ള കാരണം നമ്മള് മനസ്സിക്ക് ഇപ്പൊ തന്നെ ഇഞ്ചക്ട് ചെയ്യണം. കുട്ടികൾ ഫ്രഷ് ആണ്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മളെങ്ങനെയാണോ അവരെ പഠിപ്പിക്കണേ അതേ രീതിയിൽ വരും. ഓന് നല്ല ഹാപ്പിയാണ്. അതെ ഇപ്പൊ ചെറിയ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്കൊരു തോന്നലുണ്ടാവും ഇന്നൊരു പ്രായം തൊട്ടിട്ടേ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. പക്ഷെ അല്ല, ചെറുപ്പം തൊട്ടേ ഇവരെ നമ്മളെ എല്ലാ ആക്ഷൻസും അതാണ്. കുട്ടികള് ഒരു 80% നന്നാവണേനും ദോഷം വരുന്നതിനും രക്ഷിതാക്കളെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളെ എന്താ ഇപ്പൊ ഇന്നലെ ഇപ്പൊ അവൻ ഡ്രസ്സ് എടുത്ത് വന്ന്, ഞങ്ങളിപ്പോ ഒരു യാത്രക്ക് പോയ ഈ ഡ്രസ്സ് എടുത്ത് വന്നിട്ട് ഇന്ന് എന്നോട് പോന്നപ്പോ എന്താ പറയുന്നത്, ഇന്നോന് സ്കൂളില്ല, ഞാനും ഷോറൂമിൽ ഉണ്ട്, എനിക്കൊരു റീൽ എടുക്കണം. അപ്പൊ എന്തിനാ അപ്പൊ ഇങ്ങനെ തൊപ്പിലെ ഡ്രസ്സ് എടുത്തിക്കണം. ഞങ്ങളൊക്കെ തയ്ച്ചു നിന്ന് പോയി. എനിക്ക് ആ തൊപ്പിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു വണ്ടിന്റെ റീൽ എടുക്കണം. ആ ഡ്രസ്സ് എടുത്തപ്പോൾ പോലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞതാണ്, പഠിക്കുന്ന ടൈമിൽ പഠിക്കുക, കുട്ടികളുടെ ടൈമിൽ കുട്ടിയൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ നമ്മൾ ഓലൊരു ലൈഫാണുള്ളത്. പക്ഷെ ഓന് ഇതിൽ എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അവന്റെ പഠനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓന് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ എല്ലാരും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് മുമ്പോട്ട് വരുന്നുണ്ട്. ശരിക്കും സെൽഫ് ബ്രാൻഡിങ് അത്ര പോപ്പുലർ അല്ലാത്തൊരു സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഫസ്റ്റ് ക്യാമറന്റെ മുമ്പൊക്കെ വരുമ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ എക്സ്പീരിയൻസ് പറഞ്ഞാലേ ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂൾ ചെയർമാനായിരുന്നു. അന്നത്തെ കാര്യം എന്റെ സ്കൂളില് ചെയർമാനാണ് നന്ദി പറയാ അസംബ്ലിക്ക്. അപ്പോ അടുത്തതായി ചെയർമാൻ നന്ദി പറയുന്നതാണ് അറിയുമ്പോ ഞാൻ ഈ അസംബ്ലിന്റെ ലൈനിൽ നിൽക്കുന്ന ആള് ഞാൻ മിന്നും. ഞാൻ ഓടി ക്ലാസ് പോയിരിക്കും. എനിക്ക് അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് നന്ദി പറയാൻ കഴിയാത്ത ഒരാളായിരുന്നു. അത്ര പോലും ഫേസ് അപ്പൊ ഇതിന് ശേഷം ഞങ്ങളൊരു അപ്പുണ്ണിമാഷ ഉണ്ടായിരുന്നു. അപ്പുണ്ണിമാഷ നന്ദി പറയാം. അതേപോലെ ഈ ക്യാമ്പുകൾ ആർട്സ് സ്പോർട്സ് ഒക്കെ ഉണ്ടാവുമ്പോ ഇതിന്റെ പകരം മാഷ് നന്ദി പറയും. പേരിൻ്റെതൊക്കെ ഈ ചെറിയ കട്ടിങ് വരുമല്ലോ, ചെയർമാൻ നന്ദി പറഞ്ഞു എന്നൊക്കെ. പക്ഷെ ഞാനാണെങ്കിൽ പോലും വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രത്തോളം എനിക്ക് ഇതുണ്ട്. പക്ഷെ ഞാന് എന്തിനും എനിക്ക് പേടിയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു സംഭവത്തിന് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ പേടിണ്ടായിരുന്നു. വേറെ ഒന്നും നമുക്ക് പേടിയോ ബേജാറൊന്നുമില്ല. പക്ഷെ അത് പാണ്ടിക്കാട് സ്കൂളിൽ പോയി പഠിച്ചപ്പോഴും ഇങ്ങനത്തെ അടി സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മുന്നിക്കുണ്ടെങ്കിലും ഇങ്ങനെ ക്യാമറ അല്ലെങ്കിൽ കുറെ ആൾക്കാർ മുന്നിക്ക് വരാൻ നമുക്ക് മടിയുണ്ടായിരുന്നു. ഇത് നമ്മളെ ബിസിനസിന് ആവശ്യമായിട്ട് വന്നു. ആ ലോക്ക്ഡൌൺ കാലഘട്ടത്തില് നമ്മളൊക്കെ എന്റെ അനിയന്മാരോടൊക്കെ പറഞ്ഞു, ആ ഫോണുമ്മ കളിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക്, ആ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യാൻ നോക്കാറുണ്ട് ഇവരോട് പറഞ്ഞതിനെ ഞാനാണ്. അപ്പോഴാണ് ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയ മനസ്സിലാക്കുന്നത് ആ ലോക്ക്ഡൌൺ ടൈമിലാണ്. അപ്പൊ നമ്മളെ ചാനലിൽ നമ്മുടെ ടീം ടെക് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഈ വണ്ടികളെ വ്ളോഗൊക്കെ ചെയ്യണ. അന്ന് സത്യത്തിൽ വണ്ടി കച്ചവടക്കാര്, അതായത് ഷോറൂം ചെയ്താക്കുന്ന ആൾക്കാർ ആരും യൂട്യൂബർമാരില്ല, ഇൻസ്റ്റഗ്രാമിലും ഇല്ല. ഇതേപോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ ഷോറൂമിൽ പോയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വ്ളോഗർമാര്. അദ്ദേഹം വന്നു നമ്മളെ ഷോറൂമിൽ ഒന്ന് വീഡിയോ എടുക്കാന്. അപ്പൊ ഞാൻ ഹംദാനോട് പറഞ്ഞു ഈ നിക്ക്, അത് വണ്ടിയാൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാറ്.
എമ്മത്തം ചക്ക നിൽക്കൂല. മൂന്നാമത്തോട് പറഞ്ഞു, അസിമോനോട് പറഞ്ഞ്, മോനുവിനോട് പറഞ്ഞ്, നഫി കുട്ടിയാണ്, പക്ഷെ അവരൊന്നും നിന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ നിന്ന്. അന്ന് ആ വീഡിയോ ഒക്കെ എടുത്ത് എപ്പോഴും ഞാൻ നോക്കലുണ്ട്. ഇങ്ങനെ നമ്മളെ സമാധാനത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയന്റെ സാധ്യതകള് പവർ മനസ്സിലായി. പവർ നമുക്ക് മനസ്സിലായത്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു പരിധി ഉണ്ട്. അപ്പൊ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ശ്രമിക്കലുണ്ട്. ഈ ടീം ടെക്കാരൻ ചാനൽ ഇപ്പോഴും എന്റെ സുഹൃത്താണ്. ഈ നാളെ മറ്റന്നാളോ അതേപോലെ വരാറിട്ടുണ്ട്. ഇപ്പോഴും നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ ചെയ്യലുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ക്യാമറയിലാണ് നിൽക്കുന്നത്. അപ്പൊ 2-3 വീഡിയോ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. 4ാമത്തെ വീഡിയോക്ക് മൂപ്പര് വരാമെന്ന് വൈകി. അല്ലെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ചാനൽ തുടങ്ങുന്നുണ്ട്, നിങ്ങളും വരികയാറിന്. ഞാനൊരു ക്യാമറ ടീമിനെ വിളിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ്. മനസ്സിലായി. ആ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായി. ഇതിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ പിന്നെ അതിക്ക് ഞാൻ ആക്റ്റീവായി. ഇപ്പോ അന്ന് എനിക്ക് ഒരുപാട് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കച്ചവടക്കാരൊക്കെ പറഞ്ഞു, അതായത് പിന്നെ ഞങ്ങളൊക്കെ ഈ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോ മറ്റുള്ള കച്ചവടം കുറയില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് ഈ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത വണ്ടി കച്ചവടക്കാരെന്ത് ചെയ്യില്ല, ഇല്ല. സത്യത്തിൽ ഓരോ അപ്ഡേഷൻസ് വരുമ്പോഴും ഏത് കച്ചവടത്തിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നിർബന്ധമാണ്. ഇപ്പൊ അപ്ഡേറ്റ് ആയി നിൽക്കാൻ നല്ലൊരു ബിസിനസ് പോയിന്റാ. നമ്മൾ സ്കെയിലപ്പ് പറഞ്ഞ പരിപാടിയായിരുന്നു, അവിടെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഈ ഒരു വിഷയത്തിനെ പറ്റി. അപ്പൊ നമ്മളെ സ്വന്തം ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റിനെ നമുക്ക് തന്നെ പരിചയപ്പെടുത്താനും മറ്റുള്ളവർക്ക് അത് വിൽക്കാനും നമുക്കതൊരു പാഷനാക്കി കൊണ്ടുനടക്കാനൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അത് നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എനിക്ക് നന്നായിട്ട് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അറ്റ് എ ടൈമിൽ തന്നെ ഞാൻ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ടീം ടെക് വരലുണ്ട്, അതേപോലെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളായ യൂട്യൂബർമാര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു വലിയൊരു ഗുണം നമ്മളെ ഈ ഒരു ജേണിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. സെൽഫ് ബ്രാൻഡിങ്. ഈ സെൽഫ് ബ്രാൻഡിങ് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. അത് നമ്മളെ വണ്ടിയുള്ള നമുക്ക് വേറൊരാള് സഹായം വേണ്ടാന്ന പോലെ. ശരിക്ക് സെൽഫ് ബ്രാൻഡിങ്ങിന്റെ മലയാള അർത്ഥം എന്താ വെച്ചാല് പുളിച്ചിത്തരം. നമ്മളൊക്കെ കളിയാക്കും അല്ലെ? ഒരു സ്റ്റേജ് എത്തണ വരെ പുളിച്ചിത്തരം, പ്രാഞ്ചിയായിട്ട് അതൊക്കെ ആൾക്കാർ പറയും. ഇങ്ങളെ നല്ലത് പറയാന് എത്ര ആളുണ്ട്? നിങ്ങൾ പറയും, നിങ്ങളെ നല്ലത് പറയാൻ എത്ര ആളുണ്ട്? നിങ്ങൾ പറയാന് നിങ്ങളെ 1 മിനിറ്റ് ഷോനെ ഉണ്ട്. നിങ്ങളെ 1 മിനിറ്റ് ഷോനെ ഞാൻ വന്നിട്ട് കുറച്ച് പുകയത്തണം, നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണം, ഞാൻ വെറുതെ വരുമോ? ഇല്ല. ഇന്റെ ടൈമും വാല്യൂ ഒക്കെ കളഞ്ഞു വരണമെങ്കിൽ അതിനൊരു ചാർജ് ഉണ്ടാവും, ഇല്ലേ? ഇങ്ങക്ക് എന്ത് ചെയ്യാ? ഞാൻ 1 മിനിറ്റ് ഷോന്റെ ഓണറാണ്, ഞാൻ ഇന്ന വീഡിയോ എടുക്കുന്നുണ്ട്, ഇന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താല് കുറെ മോട്ടിവേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്ക് പറയാൻ പറ്റും? നിങ്ങൾ പറയുന്ന അത്ര ആത്മാർത്ഥമായിട്ട് ആര് പറയില്ല? ആരും പറയില്ല. സത്യം. നമ്മളെ വളർച്ച ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രം, അല്ലെങ്കിൽ നമ്മളെ ഒരു റൗണ്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യാ നമ്മളെ വളർച്ച ആഗ്രഹിക്കുക. ഓപ്പോസിറ്റിൽ പോലെ എന്താ നോക്കുള്ളൂ, ഇവൻ എന്താ കാണിക്കണേ, എന്താണ് ഇവന്റെ അടുത്തുള്ള കുറ്റം. ഞാനില്ലേ യൂട്യൂബില് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു ആയിരക്കണക്കിന് വീഡിയോ ഇട്ടു. ഈ ആയിരക്കണക്കിന് വീഡിയോയില് എല്ലാ വീഡിയോ നല്ലതാണെങ്കിൽ ഈ വീഡിയോ ഒന്നും ആരും എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യൊന്നുമില്ല. നമ്മളിതുപോലെ തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഭയങ്കര റീച്ച്, എല്ലാരും നമ്മള് സുഹൃത്തുമാരോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ അറിയാണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. മനസ്സിലായി. സെൽഫ് ബ്രാൻഡിങ് ഈ വീഡിയോ കാണുന്ന എല്ലാരും സെൽഫ് ബ്രാൻഡിങ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ചെയ്യല് നിർബന്ധമാണ്, പ്രത്യേകിച്ച് ബിസിനസ്സുകാര്. ഞാനിത് ഇപ്പൊ പറയുമ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാവും, കാരണം എന്നിലൂടെ ഞാൻ കാണിച്ചതാണ്, കാണിച്ചു കൊടുത്ത്. സെൽഫ് ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം. ഒരു ബ്രാൻഡിനെ നമുക്ക് ബ്രാൻഡിന്റെ ഓണറെ വെച്ചിട്ടും, ഇപ്പൊ ഞാൻ എന്റെ സഫാരി കാർസ് പറയുമ്പോ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറും ഞാനാണ്, ഓണറും നമ്മളാണ്, പ്രൊമോട്ടറും ഞാനാണ്, ബിസിനസ് ചെയ്യണോ ഞാനാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിക്കഴിഞ്ഞാൽ സഫാരി കാർസിനെ ബാധിക്കും. ഇപ്പൊ ചില ബ്രാൻഡുകള് നിങ്ങൾ കാണുന്നുണ്ടാവും, അതിന്റെ ഓണർ നിങ്ങൾ അറിയില്ല, ചില വലിയ ബ്രാൻഡേക്കാരം, ബ്രാൻഡിന്റെ പേര് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ബ്രാൻഡ് ഓണർമാരെ നിങ്ങൾ അറിയോ? ഇല്ല. അപ്പൊ ഒരു ബിസിനസ് നമുക്ക് 2 രീതിയിലും ഡെവലപ്പ് ചെയ്യാം. ഈ സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും നന്നായിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ്. അതിന് പറ്റിയാൽ മാത്രമേ ഉള്ളൂ ആ ബ്രാൻഡ് അതിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബ്രാൻഡിനും ബാധിക്കും, ഇങ്ങോട്ടും ബാധിക്കും. അപ്പൊ 2 രീതി. അത് ഈ സോഷ്യൽ മീഡിയ എന്ന സാധനം ചെറിയ കളിയല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും
നമുക്ക് നമ്മളെ പ്രൊമോഷൻ ചെയ്യാനൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. സത്യം. ഒരു ടെൻഷനും വേണം. ഞാനന്ന് സ്കെയിലപ്പിനും പറഞ്ഞു, ഞാനന്ന് ചെറിയ വാക്കില്ല ഒരു ഒലക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. കാരണം കുറെ ആൾക്കാർ നമ്മളെ വളർന്നു വരുന്ന പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിലനിൽക്കണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. ഒരുപാട് പേര് നല്ല ഹൈപ്പിൽ വരുന്ന കാണാം, അതേപോലെ അവര് ഡൗൺ ആവുകയും ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിലും ചെറിയ പണിയല്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഇന്നേ വരെ എന്റെ സോഷ്യൽ മീഡിയയില് ഞാനൊരു നുണ പറഞ്ഞിട്ടില്ല. നുണ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. നുണ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇല്ലാത്തൊരു സാധനത്തിനെ ഒരുപാട് കാണിച്ചിട്ട് ഞാൻ ചെയ്യൂല. ഞാൻ പ്രൊഡക്റ്റ് കാണിക്കുമ്പല്ലേ എപ്പോഴും ഞാൻ അനിയന്മാരോടാണെങ്കിലും ഒക്കെ പറയല് ഇതിന്റെ ഇല്ലത് മാത്രം പറയാം, കുറച്ച് കമ്മിയാക്കി പറയാം. അപ്പൊ കസ്റ്റമർ വരുമ്പോ ഇത് കാണുമ്പോ അവർക്ക് ഹാപ്പി ആവും. ഇത് ഇവര് പറഞ്ഞില്ലാറുണ്ടല്ലോ, ആ രീതിയിലാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഞാനൊരു വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ എടുക്കൂല. ഞാൻ ഈ വണ്ടി എടുക്കുമ്പോഴും ആ വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങൾ വണ്ടി വാങ്ങാത്ത ഒരാളാണെങ്കിലും നിങ്ങൾക്കുള്ള സാധനം അതിലുണ്ടാവും, വണ്ടി വാങ്ങേണ്ട ആൾക്കും അതിലുണ്ടാവും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. പിന്നെ ഞാനൊരു വണ്ടി വിൽക്കാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്താ, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണണേ, ഇത് വലിയ റീച്ചൊക്കെ പോണേന്നാണ്. ഞാൻ എന്താ പ്രാർത്ഥിക്കാന്ന്, ഇത് ആവശ്യമില്ലവര് മാത്രം കാണണേ, ആവശ്യമില്ലാത്തവര് ആരും ഇത് കാണണ്ടേ. കാരണം ഞാനൊരു യൂട്യൂബ് റവന്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള റവന്യൂവിനെ ഞാൻ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ്. സോഷ്യൽ മീഡിയ എന്റെ പാഷനായി മാറിയപ്പോ ഞാൻ എല്ലാ വ്ളോഗും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ മറ്റുള്ള പ്രൊമോട്ട് ചെയ്യാനാല് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു എന്റെ പ്രൊഡക്റ്റിനെ. അതോടൊപ്പം എന്റെ പാഷനാണ്. ഇപ്പൊ ഞാൻ നാളെ പോണ വ്ളോഗുകൾ എടുക്കും, വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോകുമ്പോൾ വ്ളോഗ് എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും. അതൊക്കെ എന്റെ ഇഷ്ടങ്ങളാ. പോയ പോയി ചാടും, അതൊക്കെ നമ്മൾ ചെയ്യും. വണ്ടികൾ അതൊക്കെ നമ്മള് ഒരു ബിസിനസ്സുകാരനാണ്, സോഷ്യൽ മീഡിയയിലാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളൊക്കെ മനസ്സിലുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മള് വൃത്തിയിൽ കാണിക്കലുണ്ട്.